അവർ ബേസിക്കലി റിയൽ എസ്റ്റേറ്റ് കമ്പനി മാത്രമേ എല്ലാ ഇന്ത്യയിലെ ഏത് കമ്പനിക്കും ഇൻകം ടാക്സ് എപ്പോഴും ഇപ്പോൾ ഫേസ്ലെസ് ആണ് ഇപ്പം അസസ്മെൻറ്റ്. എന്നാലും സ്ക്രൂട്ടണി എന്ന് പറഞ്ഞ് വരും. സ്ക്രൂട്ടണി എന്ന് പറഞ്ഞ് വരുമ്പം പല ഫയൽസും ചിലപ്പോൾ ഒരു കത്ത് പോയാലും ആ കമ്പനിക്കാരെ കൂടുതൽ പരിശോധിക്കാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വരും. അപ്പോൾ നമ്മളെല്ലാവർക്കും എനിക്കൊക്കെ വന്നിട്ടുള്ളതാണ്. ഈ ഇൻകം ടാക്സുകാർ നമ്മൾ ഇത്ര കണക്ക് പെർഫെക്റ്റ് ആക്കി വെച്ചാലും, നിങ്ങൾ ഏറ്റവും മിടുക്കനായിട്ടുള്ള ചാർട്ടർ അക്കൗണ്ടിനെ വെച്ച് കണക്കുണ്ടാക്കിയാലും ഇൻകം ടാക്സുകാർ വരുമ്പം അതിനകത്ത് തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പോൾ സംസ്ഥാന സർക്കാർ എല്ലാ രീതിയിലും ഫിനാൻസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താലും CAG എന്ന് പറയും കേരള സർക്കാരിൻ്റെ കംപ്ലീറ്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാം തെറ്റാണെന്ന് പറയും. അത് ഈ തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്, മനസ്സിലല്ലേ? അപ്പോൾ അവർ നമ്മുടെ അവിടെ വന്ന് കയറുമ്പോൾ അതേപോലെ ഒരു ഈ വന്ന സ്ക്രൂട്ടണിയുടെ ഭാഗമായിട്ടായിരിക്കും അവർ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ അവരെ റെക്കോർഡ്സൊക്കെ അപ്പോൾ അദ്ദേഹം ഇവിടെ അല്ല താമസിക്കുക, അദ്ദേഹം താമസിക്കുന്നത് ദുബായിലാണ്. അവർക്ക് നല്ല രീതിയിൽ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോജക്ട്സ് ചെയ്യുമ്പം ഇവർ വന്ന് പല കാര്യങ്ങളും പരിശോധിക്കുമ്പം പലപ്പോഴും ഇവർ വരുന്ന നമ്മൾക്ക് ചാർട്ടർ അക്കൗണ്ടൻറ്റ് ശരിയാണെന്ന് പറയുന്ന സാധനം അവർ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തെറ്റായിട്ടേ പറയും. അവർ ഏത് കാര്യത്തിന് ഇവേഷൻ പറഞ്ഞുകൊണ്ട് തുടങ്ങും. യു ഹാവ് ഇവേറ്റഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ബൈ സോ മെനി ക്രോസ്. അപ്പോൾ ഇത്രയും പദ്ധതികൾ ചെയ്യുന്ന ഒരു കമ്പനിക്ക് വലിയ രീതിയിലായിരിക്കും അവർ വന്നിരുന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ അവിടെ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് വരാം, ജോയിൻറ്റ് വെഞ്ചർ വരാം, പല കാര്യങ്ങളും വരാം. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് സമൻ ചെയ്ത് വരുത്തിയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം മുമ്പ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹം വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള എനിക്ക് തോന്നുന്നത് നല്ല രീതിയിലൊക്കെ എല്ലാം ഒരു MD അല്ലെങ്കിൽ ചെയർമാന് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് മാക്സിമം നല്ല ലെവലിലുള്ള പ്രഷർ ഉണ്ടായി. കാര്യം ഒരു ഇൻകം ടാക്സ് ഒരു ഓഫീസിൽ കയറുമ്പോൾ കംപ്ലീറ്റ് മൊബൈൽ ഫോൺ വരെ മാറ്റി വാങ്ങിക്കും, അവർ മാറ്റി ആരെയും വിളിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയാണ് അവർ സിസ്റ്റം. പക്ഷെ എപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഇൻകം ടാക്സ് ആൾക്കാർ കയറുമ്പോൾ എന്തിനാണ് CCTV ഓഫ് ചെയ്യുന്നത്? CCTV ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നേരെ ചെയ്യുന്ന കാര്യത്തിൽ CCTV ഓഫ് ചെയ്യേണ്ട കാര്യം എന്തുവാ? അപ്പോൾ അവർ ചെയ്യുന്ന പരിശോധന എല്ലാവർക്കും കാണാമല്ലോ. നാളെ ഒരു കാര്യത്തിന് നമ്മൾ നാളെ ഇപ്പോൾ ഈ CCTV ഉണ്ടായിരുന്നെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അവരുടെ സ്റ്റാൻഡ് പ്രൂവ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല, അദ്ദേഹം പോയി ചെയ്തതാണ് പറയും. ഇപ്പോൾ CCTV ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റുന്നു? ഇൻകം ടാക്സ് ഓഫീസറിന് ആപത്തായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അവർ സാധാരണ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വരുമ്പോൾ ഒരു ഓഫീസ് പരിശോധിക്കുമ്പോൾ മേശ മുതൽ ഡ്രോയർ വരെ അൽമാര വരെ കംപ്ലീറ്റ് വലിച്ചു വരെ ഇട്ടിട്ടാണ് പോകുന്നത്. എല്ലാ സാധനവും തപ്പും. അപ്പോൾ തപ്പുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പേഴ്സണൽ ബോഡി ഗാർഡ്സ് ഉണ്ട്. അദ്ദേഹത്തിന് പിസ്റ്റൾ അവിടെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പിസ്റ്റൾ ലൈസൻസ് കാണും. ഒരു പിസ്റ്റളുണ്ട് എന്നുള്ളത്. അപ്പോൾ തപ്പി നോക്കുമ്പോൾ ഈ സാധനം കാണാതെ പോയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നിലും അദ്ദേഹത്തിൻ്റെ റൂം അവർ പരിശോധിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള സംഘർഷം ഭയങ്കരമായിട്ട് കൂടി കാണും. കാരണം ചില ചോദ്യങ്ങൾ പലയിടത്തിലും ചോദിച്ചു വരുമ്പോൾ നമ്മൾ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെ ഒരു തോന്നലുണ്ടാവും. അപ്പോൾ ഇത്രയും ഇമേജ് ഉള്ള ഒരാൾ, നല്ല ലെവലിൽ മുകളിൽ ഏറ്റവും ഉയർന്ന ലെവലിൽ ഇരിക്കുന്ന ഒരാൾ, അപ്പോൾ അങ്ങനെ മീറ്റിയോറിക് റൈസ് ആണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും 20 വർഷത്തിനകത്ത് ഉണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് മൊത്തം തകരും എന്നുള്ള ഒരാളിന് വരുമ്പം ആ സമയത്ത് മാനസികമായിട്ടൊരു സംഘർഷം ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞു എന്തോ റെക്കോർഡ്സ് എടുത്തുകൊണ്ട് വരാം, ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന്. സാധാരണ നമ്മൾ റെക്കോർഡ്സ് റൂമിനകത്ത് എടുക്കാൻ ചെല്ലുമ്പം ഇൻകം ടാക്സ് ഓഫീസേഴ്സും കൂടെ നമ്മുടെ കൂടെ വരും. അപ്പോൾ ഇദ്ദേഹം റെക്കോർഡ്സ് എടുക്കാൻ ചെന്നപ്പം ഓഫീസുകാരും പോയില്ലാണ് എനിക്ക് തോന്നുന്നത്. അവർ വെടിയുടെ സൗണ്ട് കേട്ടിട്ടാണ് എല്ലാവരും ഓടി ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ വെടി കൊണ്ട് കിടക്കുന്നു, മരിച്ചുപോയി എന്ന് പറയുന്നു. അദ്ദേഹം തിരിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിസ്റ്റൾ എടുത്തിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ മൊത്തം വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്നിട്ട് ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഈ 3 പേരെ ഞാൻ തട്ടിയിട്ടേ പോകുന്നുള്ളൂ. എല്ലാവരും വെടിവെച്ച് കൊന്നിട്ട് സ്വന്തമായിട്ട് വെടിവെച്ച് അദ്ദേഹത്തിന് പോകായിരുന്നു. അപ്പോൾ ആ ഒരു സാറ്റിസ്റ്റിക് ആയിട്ടുള്ള തോട്ട്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. കാര്യം എനിക്കൊന്ന് ഭയങ്കരമായിട്ട് മെൻ്റൽ പ്രഷർ വന്നിട്ട് താങ്ങാൻ പറ്റാത്ത കാര്യം വന്നപ്പോൾ. പക്ഷെ ഇത്രയും 20 വർഷത്തിനകത്ത് താഴത്തെ ലെവലിൽ പൊങ്ങി വന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ സംഘർഷണം അവരുടെ മനസ്സിൽ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ ബാഡ് ടൈംസ് വരെ ഫേസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എവിടെയോ അദ്ദേഹത്തിൻ്റെ ഇമേജും റെപ്യൂട്ടേഷനും ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എനിക്കൊന്ന് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് കണ്ട ഡോക്യുമെൻ്റകത്ത് കിട്ടി. അതിനെ വെച്ച് ചോദ്യം ചെയ്ത് വന്നപ്പം റെപ്യൂട്ടേഷൻ പോവും, ഇമേജ് പോവും. വന്നപ്പോൾ ഇനി ജീവിച്ചിരുന്നൊരു കാര്യമില്ല തോന്നൽ വരുമ്പോൾ വന്നിരിക്കുന്ന ഒരു പോയിൻ്റാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് നല്ലൊരു പ്രവർത്തനമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാവരും പറയുന്നത് ഫേസ്ലെസ്. നമ്മൾ ഇൻകം ടാക്സ് കൊടുത്താൽ നമ്മുടെ ഫയൽ പരിശോധിക്കും, ആരാണെന്ന് നമുക്കറിയത്തില്ല. ഈ ഫയൽ പോകുന്നത് ബംഗാളിലായിരിക്കും, ഹരിയാനയിലായിരിക്കും, ആർക്കാണെന്ന് അറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് ഇവരിപ്പം ഒരു 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 ഇൻഡസ്ട്രിയെ പിൻ പോയിൻ്റ് ചെയ്തിട്ട് അവരുടെ ഫയൽ മാത്രം തിരക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിനൊരു സിസ്റ്റത്തിന് എനിക്ക് ക്ലാരിറ്റി എനിക്കില്ല. അത് കമ്പ്യൂട്ടർ വഴി എടുക്കുന്ന സിസ്റ്റമാണോ, അല്ലാതെ ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്ത്
പബ്ലിക് ഒരു കംപ്ലൈൻറ്റ് ഈ പറഞ്ഞവർ ഇവരെ വരുമാന സ്രോതസ് പരിശോധിക്കണം, കള്ളപ്പണമുണ്ട് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്താൽ അത് പരിശോധിക്കുക. ഏത് രീതിയിലാണ് ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവരെ പരിശോധിക്കണമെന്ന് തോന്നിയത്, അല്ലെങ്കിൽ അവർക്ക് അതിനായിട്ടുള്ള പ്രൂഫ് വേണം. അപ്പോൾ അതിനൊന്നും നമുക്കറിയത്തില്ല. കാര്യം അത് നമുക്ക് ഇനി അങ്ങോട്ട് പോകും തോറും ഇത് അന്വേഷണം നടക്കുന്നു, അപ്പോൾ അവിടുത്തെ പോലീസ് അന്വേഷിക്കുന്നു. പിന്നെ ഇൻകം ടാക്സുകാർക്കും തീർച്ചയായിട്ടും അവർക്കായിട്ടുള്ള പേപ്പർ. കാരണം ഈ ഇൻകം ടാക്സിൻ്റെ ഒരു ഓഫീസിൽ ഒരാൾ കയറണമെങ്കിൽ കമ്മീഷൻ ലെവൽ ഒരാൾ ഒപ്പിട്ട് കൊടുത്താലേ അവിടെ പോകാൻ പറ്റുള്ളൂ. സാധാരണ ഇൻകം ടാക്സിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്യണമെന്നുള്ള സാധനമില്ല. അവർ നമ്മളെ കണ്ടിട്ട് നമ്മൾ അസസ്മെൻറ്റ് നടത്തി എത്ര അസസ്മെൻ്റ് ഉണ്ട്, ഇത്രയും കോടി രൂപയുടെ നികുതി തട്ടിപ്പുണ്ട്, ഇത്രയും രൂപ അടയ്ക്കണമെന്നേ പറയുള്ളൂ. പിന്നെ നമ്മൾ അതിന് ചലഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള പേടികൊണ്ട് നമ്മൾ മരിക്കേണ്ട കാര്യമില്ല. അല്ല, പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ 3 ദിവസമായിട്ട് വന്ന് ഇങ്ങനെ ആൾക്കാരെ നമ്മൾ പ്രഷറൈസ് ചെയ്ത് നിൽക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ വീക്ക് മൊമെൻ്റ് അകത്ത് കൈവിട്ടു പോകും. അപ്പോൾ അതിൻ്റെ അകത്ത് പറ്റി പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചിലവർ പറഞ്ഞാണ് ഞങ്ങൾ എംപ്ലോയ് ED വിളിക്കും, നിങ്ങളിപ്പോൾ പറ ഇത് അവരെ എപ്പോഴും എന്താണ് പറഞ്ഞാൽ നമ്മൾ ഏത് ലെവലിൽ നമ്മൾ ത്രെട്ടൺ ചെയ്ത് സാധനം വാങ്ങിക്കാൻ നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവരൊക്കെ നമ്മൾ കാണുമ്പോൾ നല്ല സൗഹൃദമൊക്കെയാണ്. പക്ഷേ ഇവർ റിയലായിട്ടുള്ള റെയ്ഡിലോട്ട് വരുമ്പം അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വരുമ്പം ഇവരുടെ ബിഹേവിയർ ഇതൊന്നുമല്ല. അവിടെയാണ് ഈ പ്രോബ്ലം വരുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ ഇതൊക്കെ റോങ് മെസ്സേജ് പോകും. കാര്യം ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർ ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ പോയി ചാടി അവർ സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യുന്നു, ആൾക്കാരെ മരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കോപ്പി ഡേ അതേ ഇതുപോലെ സംഭവം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കേസസ് ഇവിടെ ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിപ്പോൾ റോയുടെ കേസാണ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു നല്ലൊരു മെസ്സേജ് അല്ല. നമ്മൾ ഇത്രയും വർഷം അദ്ദേഹം ജോലി കൊടുത്തിട്ടുണ്ട്, ജോബ് ജനറേഷൻ നടത്തിയിട്ടുണ്ട്, എല്ലാ രീതിയിലും പുള്ളി സ്റ്റാച്യൂറി ഫണ്ടായിട്ട് ടാക്സ് ആയിട്ടും എല്ലാം കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനും കിട്ടിയിട്ടുണ്ട് ടാക്സ്, സെൻട്രൽ ഗവൺമെൻറ്റിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ആ കാര്യങ്ങളൊക്കെ മറന്നിട്ട് പിന്നെ ഇദ്ദേഹം ഒരു കുറ്റക്കാരനാണ്, ഒരു ഇവേഡറാണ് ഒരു ഫീലിംഗ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ശരിയല്ല. കാര്യം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല, ഏത് ബിസിനസ് ഹൗസസിനും അതായിട്ടുള്ള ലിവറേജും വെയിറ്റേജ് കൊടുക്കണം. കാര്യം അവർക്ക് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ചാർട്ടർ അക്കൗണ്ട് ഓഡിറ്റേഴ്സിനൊക്കെയാണ്. അവർ നമുക്ക് തരുന്ന കാര്യമായിരിക്കും നമ്മൾ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഫയൽ ചെയ്യുന്നതിനകത്ത് തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പം ആ തെറ്റുകുറ്റങ്ങൾ പ്രൂവ് ചെയ്യാനുള്ള ടൈം കൂടെ നമുക്ക് തരണം. അങ്ങനെ പ്രഷറൈസ് ചെയ്ത് നമ്മളെ കൊണ്ടുപോയി മാനസികമായിട്ട് സംഘർഷം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഈ റോയ് ചെയ്ത പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്.